ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 4 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ UK. അഹമ്മദ് എന്ന 4 വയസ്സുകാരനാണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുടുംബവും ഇരുകാലുകളും നഷ്ടപ്പെട്ടത്. UK സർക്കാർ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് അഹമ്മദിനെ ഇറ്റലിയിലേക്ക് മാറ്റിയിരിക്കുന്നു. സംഭവത്തിന് പിന്നാലെ ഗസയിലെ രോഗികളായ കുട്ടികൾക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റവർക്കും ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട 50 ബ്രിട്ടീഷ് MPമാർ സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. ജെറമി കോർബിൻ, കിം ജോൺസൺ, സ്റ്റെല്ല ക്രീസി, അഫ്സാന ബീഗം, യാസ്മിൻ ഖുറേഷി തുടങ്ങിയ MPമാരാണ് കത്തിൽ ഒപ്പിട്ടത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളെ വിദഗ്ധ ചികിത്സയ്ക്കായി തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിലവിലെ ഉപരോധവും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയും കാരണം ഗസയിൽ അടിയന്തര വൈദ്യസഹായം പലർക്കും ആവശ്യമാണ് എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനെ അഭിസംബോധന ചെയ്ത കത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഗസയിൽ ആശുപത്രികൾ വൻതോതിൽ നിറഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ അവസ്ഥ വേദനാജനകമാണ്. അഹമ്മദിനെ പോലെയുള്ള കുട്ടികളെ സഹായിക്കാൻ വൈദ്യത്വവും വിഭവങ്ങളും വേണം. ഇത് UK-യിലുണ്ട്. മാനുഷിക തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര നിയമത്തോട് നമ്മുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ഗസയിലെ ഏറ്റവും ദുർബലരായവർക്ക് ആവശ്യമുള്ളവർക്കും സഹായം നൽകുകയും വേണം എന്നാണ് MP നൽകിയ കത്തിൽ തന്നെ പ്രതിപാദിച്ചു കൊണ്ടുവരുന്നത്. ഗസയിൽ UN റിലീഫ് ഏജൻസിക്ക് കീഴിലുള്ള ഒരു സ്കൂൾ കൂടി ആക്രമിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. കെട്ടിടത്തിൽ അഭയം തേടിയിരുന്ന കുട്ടികളടക്കം 20 ഫലസ്തീൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആളുകൾക്ക് പുറത്തേക്ക് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഗസയിലെ ബൈത്ത് ഹനൂൻ, ദീർ അൽ ബലാഹ്, നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ കടുത്ത ആക്രമണം തന്നെ നടത്തിയതോടെ മരണനിരക്ക് കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗസയിൽ 60 പേരാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ ഇതുവരെ തന്നെ 45,028 പേരാണ് കൊല്ലപ്പെട്ടത്. 1,06,962 പേർക്ക് പരിക്കേറ്റതായും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് UN സ്കൂൾ ഇസ്രായേൽ ആക്രമിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം പലരും ഉറങ്ങുമ്പോഴാണ് കനത്ത ആക്രമണം ഉണ്ടായതെന്ന് അൽ ജസീറ പ്രതിനിധി താരിഖ് അബു അസൌ പറഞ്ഞു. നാസർ മെഡിക്കൽ കോംപ്ലക്സ് തൊട്ടടുത്താണ് അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് സ്കൂൾ നിലകൊള്ളുന്നത്. ഇതിന്റെ 3ാം നില ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. നൂറുകണക്കിന് ഫലസ്തീൻ കുടുംബങ്ങളാണ് സ്കൂൾ അഭയം തേടിയിരുന്നത്. മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന് പിന്നാലെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ആളുകൾ കെട്ടിടത്തിൽ തിരച്ചിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഗസയിൽ മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും തകർക്കപ്പെട്ടതിനാൽ തന്നെ UN നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളിലാണ് ആളുകൾ ഇപ്പോൾ അഭയം തേടുന്നത്. ഇതോടെയാണ് UN റിലീഫ് ഏജൻസിക്ക് കീഴിലുള്ള കെട്ടിടങ്ങൾക്ക് ഇസ്രായേൽ തുടർച്ചയായി ആക്രമിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഖാൻ യൂനീസിലും കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്ന ഖാനി സുഹൈലി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വടക്കൻ ഗസയിലെ ബൈത്ത് ഹനൂനിൽ ഖലീൽ ഉബൈദ് സ്കൂളിലും ഞായറാഴ്ച ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു.